മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ തോണ്ടിയാൽ അപ്പം വരുന്നത് നിരീശ്വരവാദവും യുക്തിവാദവും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല കാര്യങ്ങളില്ല. മൊബൈലിനകത്ത് നിന്ന് തോണ്ടിയാൽ ഫസ്റ്റിലെ വരുന്നത് മുസ്ലിം സമുദായത്തിനെ ആക്ഷേപിക്കല്, അവരെ ഉപദ്രവിക്കല്, അവരെ വേദനിപ്പിക്കല്, അവരെ ഇകഴ്ത്തല്, അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യൽ, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കും. ഇതെല്ലാം ഇങ്ങനെ കേട്ടിട്ട് എടാ ഇത് ശരിയാണല്ലോ എന്നും പറഞ്ഞ് അതിനുവേണ്ടി പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി സമുദായത്തിൻ്റെ യുവതലമുറകളിൽ നല്ലൊരു സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവനക്ക് മറുവശം കേൾക്കാൻ, ഇവൻ പറഞ്ഞതേ ഇവർക്ക് കേൾക്കാനുള്ളൂ. അല്ലേ, ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ഈ സമുദായത്തിൻ്റെ മക്കളെ വീഴ്ചോണ്ടിരിക്കുന്നതാക്കാം. ഇവർക്ക് ഇവിടെ ഒന്നും വന്നിരുന്ന് കേൾക്കാനും നേരമില്ല. ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് ഇവർക്ക് താല്പര്യമില്ല. ഇവർക്ക് താല്പര്യം അപ്പുറത്താണ്. നിങ്ങളുടെ ഖുർആനിനകത്തല്ലേടോ ഇത് പറയണമെന്നാ ചോദിക്കണേ. ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും. ഇത് സൂറത്ത് തൗബയുടെ 5-ാമത്തെ ആയത്താ. മുശ്രിക്കിനെ കാണോടുത്ത് വെച്ച് കൊല്ലണം. ഇതല്ലേ നിങ്ങളുടെ ഖുർആൻ? ഇത് പഠിപ്പിച്ച പ്രവാചകനല്ലേ നിങ്ങളുടെ നബി? എന്നിട്ടാണോ നിങ്ങളെ ലോകത്ത് സാഹോദര്യം പറയണത്, നിങ്ങളുടെ ശാന്തി പറയുന്നത്, നിങ്ങളുടെ അനുകമ്പയും സാഹോദര്യവും പറയണത്? നിങ്ങൾക്ക് എന്ത് പറയാൻ അവകാശമുണ്ട്? ഒരു മുസ്ലിം അല്ലാത്തവനെ കണ്ടാൽ കണ്ടോടുത്ത് വെച്ച് കൊല്ലണം. ഇത് ഈ പയ്യൻ സൂറത്ത് തൗബ എവിടെന്നെങ്കിലും മേടിച്ച് മറിച്ച് നോക്കുമ്പോൾ ഓക്കെ 5-ാമത്തെ ആയത്ത് ഇവൻ പറഞ്ഞത് റെഡി തന്നെ. ഇതാണോ ഇസ്ലാം? നിങ്ങളുടെ പ്രവാചകനെ ജനിച്ച നാട്ടിൽ നിന്നും സ്വന്തം നാട്ടുകാരെ ആട്ടി ഓടിച്ചില്ലേ? അങ്ങനെയുള്ള നേതാവല്ലേ നിങ്ങളുടെ നേതാവ്? കറക്റ്റാണല്ലോ. 53-ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചില്ലേ? മദീനത്ത് പോയല്ലേ ജീവിച്ച്. ഇതൊക്കെ കറക്റ്റാണല്ലോ. അപ്പൊ ഇതെന്ത് ഇസ്ലാമാണ്? ഈ ഇസ്ലാം എനിക്ക് വേണ്ട, നേരെ മറിഞ്ഞു. എന്നാൽ ഈ സൂറത്ത് തൗബയുടെ 5-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ആ ഹുക്കുമ് മൻസൂഖ. ഇവിടെ ആലിമീങ്ങളായിരിക്കണവരൊക്കെ ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും എന്നുള്ള ഖുർആൻ ആയത്തിന്റെ വിധി അത് ദുർബലമാക്കിയതാണ്, ദുർബലമാക്കപ്പെട്ടതാണ്. ഓരോ കാലഘട്ടത്തിലും ഇറങ്ങിയ ആയത്തുകൾ എപ്പോഴും അങ്ങനെ നിൽക്കുകയല്ല. കള്ളൂടിനെ സംബന്ധിച്ച് ഖുർആൻ നോക്കിയാൽ കാണാം, വലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ. നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ കള്ളുടിക്കരുത്. ആ ആയത്ത് നിലവിൽ ഖുർആനകത്തുള്ളതാണ്. പക്ഷെ അതിന്റെ നിയമം പ്രാബല്യത്തിലുണ്ടോ? ആ ആയത്തിന്റെ നിയമം ഇന്നമൽ ഖംറു വൽ മൈസുർ എന്ന് പറയുന്ന ആയത്ത് കൊണ്ടിട്ട് ദുർബലമായി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും കുടിക്കാമല്ലോ. നിസ്കരിക്കാൻ പോകുമ്പോൾ മാത്രം കുടിക്കാതിരുന്നാൽ പോരെ? കഞ്ചാവ് എപ്പോഴും വലിക്കാം, നിസ്കരിക്കാൻ പോകുമ്പോൾ വലിക്കാണ്ടിരിക്കുക. ഇശാൻകാരൻ അങ്ങോട്ട് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ബൂസായിട്ട് കിടക്കാം. സുബീക്കാരൻ വരെ ഒരു കുഴപ്പമില്ല. സുബീക്ക് ഇരിക്കാൻ പോകുമ്പോൾ കള്ളു കുടിക്കാണ്ടിരുന്നാൽ മതി. ആയത്തല്ലേ ഇപ്പം പറഞ്ഞത്? ഫലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ. നമ്മൾ ഇതിൻ്റെ വിധികളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലല്ല ഇവിടെ. ഇങ്ങനെ ഈ ആയത്തെടുത്തുകൊണ്ട് ശത്രു നമ്മുടെ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആയത്തൊന്നും എടുത്തു നോക്കാൻ പാടില്ല എന്നാണ് ഞാൻ ചോദിക്കണേ. സൂറത്ത് തൗബയുടെ 5-ാമത്തെ ആയത്തിൽ മുശ്രിക്കിനെ കാണുന്നോടത്തിൽ വെച്ച് കൊല്ലണം. ഇത് എപ്പോഴാണ് ആയത്ത് ഇറങ്ങിയെന്നറിയോ? സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ. ഇതാരും ആട്ടിപ്പായിച്ചതല്ല. ആട്ടിപ്പായിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് മേടിക്കാമെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടികളെ തട്ടിപ്പറിക്കാമെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ ഉപദ്രവിക്കാമെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരത്തിനെ പിടിച്ചു പറിക്കാമെന്നും, ഇങ്ങനെയൊക്കെയല്ല ഒരാൾക്ക് നാട് വിട്ടു പോവുക. ഇതൊന്നും വേണ്ട. നിങ്ങളുടെ മക്കളെ വേണ്ട, നിങ്ങളുടെ സ്വത്ത് വേണ്ട, നിങ്ങളുടെ കൊട്ടാരം വേണ്ട, നിങ്ങളുടെ സ്വർണ്ണ മലകൾ വേണ്ട, നിങ്ങളുടെ ഒരു അധികാരവും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഈ വിശ്വസിക്കുന്ന ഈ വികലമാകുന്ന വിശ്വാസത്തിൽ നിന്ന് പിന്മാറണേ പടപ്പുകളെ. ഇത് മാത്രമേ നബി പറഞ്ഞുള്ളൂ. നിങ്ങൾ വീടിന്റെ ഉള്ളിൽ പ്രത്യേകം റൂമുണ്ടാക്കി വിഗ്രഹത്തെ വെച്ച് പൂജിക്കുന്ന ഈ സംവിധാനം നിങ്ങൾ ഒഴിവാക്കണേ. കഴുത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന രൂപങ്ങളെ നിങ്ങൾ മാറ്റിക്കളയണേ. കക്ഷത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവമാകുന്ന ദൈവത്തിനെ നിങ്ങൾ എടുത്തു മാറ്റണേ. ഇതെല്ലാം സൃഷ്ടികളാണ്, ഇതെല്ലാം കല്ലാണ്, മരമാണ്. ഇതിനൊന്നുമല്ല പൂജിക്കേണ്ടത്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ. അല്ലദീ അൻസല ലക്കും മിനസ് സമായി മാ. ആകാശത്തുനിന്ന് മഴ ഇറക്കി തന്നവൻ. അല്ലദീ യുഹ്യീ വയുമീത്. നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ. നിങ്ങൾ വിത്ത് മണ്ണിലേക്കിട്ടാൽ വിത്തിന്റെ അറ്റത്ത് മുള വരുത്തുകയും മുളയുടെ അറ്റത്ത് വിളയുണ്ടാക്കി തരികയും ചെയ്ത് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതായ തമ്പുരാൻ അവനാണ് അള്ളാഹു, അവനാണ് ഇലാഹ്. അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഉപദ്രവം സഹിക്കാൻ പറ്റാതെയായി. അപ്പോഴാ പടച്ചോമ്പരാന്റെ ഭാഗത്തുനിന്ന് സന്ദേശം
ഇവിടെ കിടന്ന് ഉപദ്രവമേക്കണ്ട, നാട് വിട്ടോ, അങ്ങനെയാ പോയത്. ഇതല്ല പറയുന്നത്. ആട്ടി ഓടിച്ച നബിയല്ലേ നിങ്ങളുടെ പ്രവാചകനെ? സ്വന്തം ജന്മനാട്ടിൽ നിന്നും ജനിച്ച നാട്ടിലെ മറ്റ് പടപ്പുകൾ ആട്ടി ഓടിച്ചില്ലേ? ഓടിച്ചതല്ല, തന്നെ പോയതാ. ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ തന്നെ പോയത്. ചുറ്റും ജനങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ കടന്നുപോയ. അള്ളാഹു കടത്തിയതാണ്, ഓടിച്ചു വിട്ടതല്ല. ഓടിച്ചു വിട്ടതാണെങ്കിൽ പിന്നെ പുറകെ പിടിക്കാൻ വേണ്ടി ചെല്ലണോ? പുറകെ പിടിക്കാൻ വേണ്ടി പോയല്ലോ. പിടിച്ചോണ്ട് വരുന്ന ആൾക്ക് അന്ന് മക്കയിൽ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചില്ലേ? അവനും പോയില്ലേ നബി തങ്ങളെ പിടിച്ചുകൊണ്ടിരാൻ വേണ്ടി? തങ്ങളെ പിടിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും അവൻ്റെ കുതിര മണ്ണിൻ്റെ അടിയിലേക്ക് താന്നു പോവുകയാണ്. അവനും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവനും കൂടി കൂട്ടത്തിൽ. പാരിതോഷികം മേടിക്കാൻ അങ്ങോട്ട് പോയില്ല, ഈ കൂടെ കൂടി. ഇതല്ലേ യഥാർത്ഥ്യം? ഇതുപോലെ തന്നെയല്ലേ പരിശുദ്ധ ഖുർആനിന്റെ ഈ പ്രഖ്യാപനം? ഇങ്ങനെ നാട് വിട്ടതായ നബിത്തങ്ങൾക്ക് മദീനയിൽ ചെന്നപ്പോൾ അവിടെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നബിത്തങ്ങളുടെ കൂട്ടത്തിൽ വന്ന സഹാബാക്കളെ കാണുന്നോടത്ത് വെച്ച് ഉമാർ കൊല്ലാൻ തുടങ്ങി. അപ്പോഴാ ഫഖത്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും, ഇനി നിങ്ങൾ പ്രതികരിച്ചോ, നിങ്ങളെ കൊല്ലാൻ വരുന്നവരെ നിങ്ങൾ വിടണ്ട, തട്ടിക്കോ. അപ്പോഴാണ് ആ നിയമം വന്നത്. പിന്നീട് നിയമം തന്നെ തൊട്ടടുത്ത ആയത്തിലൂടെ ദുർബലപ്പെടുത്തുന്നത്, അടുത്ത് കേൾക്കുന്നത്. ഇത് നമ്മുടെ മക്കൾക്ക് കേൾക്കാൻ മനസ്സില്ല, നമ്മുടെ മക്കൾ മനസ്സിലാക്കുകയില്ല. യുക്തിവാദി പറയുന്ന അഞ്ചാമത്തെ തൗബയിലെ അഞ്ചാമത്തെ ആയത്തെടുത്തിട്ട് ഇവൻ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം എന്താ? ഇങ്ങനെയുള്ള സദസ്സിലൊന്നും മക്കൾക്ക് വരാൻ താല്പര്യമില്ല, വിഷയങ്ങൾ കേൾക്കാനും പഠിക്കാനും താല്പര്യമില്ല. തൊട്ടടുത്ത ആയത്ത് ഇന്നഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫാജിറുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് സുമ്മ അബ്ലഹു മൻഹു. തൊട്ടടുത്ത ആയത്ത് എന്ന് പറഞ്ഞാൽ ബഹുദൈവ ആരാധകൻ, അതാണ് അതിന്റെ അർത്ഥം. നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അവനെ കശാപ്പിയാനല്ല പറയണേ, പിന്നെ അവന് നിങ്ങൾ അഭയം കൊടുക്കണം. ഹത്താ യസ്മഅ കലാമല്ലാഹ്. അവൻ ഓടി വന്നേക്കോ, അതെ എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എനിക്ക് രക്ഷ തരണേ, അഭയം തേടി വന്നിരിക്കുകയാണ്. അവന് അഭയം കൊടുത്താൽ മാത്രം പോരാ, അള്ളാഹുവിന്റെ കലാമിനെ അവനക്ക് കേൾക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ അഭയം കൊടുത്തേക്കോൺ. എന്നിട്ട് പറയണ സുഹൃത്തെ, കാര്യം നിങ്ങൾക്ക് ഞാൻ അഭയം തന്നിട്ടുണ്ട്, നിങ്ങളെ ഒരാളും തൊടൂല, നിങ്ങൾ പരിപൂർണമായും സുരക്ഷിതനാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. ആകാശങ്ങളെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചതായ ഇലാഹാണ് പടച്ചോൻ വരാൻ അല്ലാഹു. അവനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. ഇതവന് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവനെ നിർഭയമാകുന്ന എന്നിട്ട് അവനെ നിർഭയമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയെത്തിക്കണം. അവനെ വീടിന്റെ ഉള്ളിലിട്ടിട്ട് വാതു പറഞ്ഞു കൊടുത്ത് മുസ്ലിമാക്കാരല്ല പറഞ്ഞേ. അവൻ നമ്മുടെ അടുത്ത് അഭയം തേടി ജീവിക്കുന്ന സമയത്ത് അവനക്ക് അള്ളാന്റെ കലാമ് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ ഉദ്ദേശിച്ച അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്, അവനെ നിർഭയമായ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി ആക്കണം. ഒരിക്കലും അവനെ നീ ഉപദ്രവിക്കരുത്, അവനോട് നീ ഇസ്ലാം ആകാൻ വേണ്ടി നിർബന്ധിക്കരുത്. കാരണം എന്താ? ഇന്നഹും ലാ യഅലമൂൻ, വിവരമില്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ യുക്തിവാദി നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ നമ്മൾ സംരക്ഷിക്കുന്ന മക്കൾ തന്നെ ഇന്ന് പലരും നിരീശ്വരവാദികളായി മാറിക്കൊണ്ടിരിക്കുക, യുക്തിവാദികളായി മാറിക്കൊണ്ടിരിക്കുക. കണ്ട, നേരിട്ട് ഖുർആൻ പറഞ്ഞുകൊണ്ടോ അഭയം തേടി വരുന്ന മുശ്രിക്കിനെ കൊല്ലല്ലേന്ന് പറഞ്ഞപ്പോൾ മറ്റേ ആയത്ത് പോയില്ലേ എന്ന് മാത്രമല്ല, അവനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നുള്ളത് അവന് ഒരു നിലയ്ക്കും വിഷമിപ്പിക്കരുത്. കാരണം അവനത് പറഞ്ഞിട്ട് മുസ്ലിം ആകുന്നില്ലെങ്കിൽ എന്തേ? അവന് വിവരമില്ല. ഖുർആൻ പറഞ്ഞതാണ് ഇന്നഹും ഖൗമുൻ ലാ യഅലമൂൻ, അവർക്ക് വിവരമില്ലാത്തവരാണ്. അതുകൊണ്ട് നീ അവരെ സംബന്ധിച്ച് വേറെ ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല. മുശ്രിക്കിനെ കൈകാര്യം ചെയ്യേണ്ട ശൈലിയെ പറഞ്ഞേ. എൻ്റെ ബഹുമാനങ്ങളെ, ഇനി ഖുർആനൊക്കെ അവിടെ മാറ്റിവെക്കുക. എടോ, നിങ്ങളുടെ ഖുർആനകത്ത് മുസ്ലിം അല്ലാത്ത മനുഷ്യരെ കാണുന്നോടത്ത് വെച്ച് കൊല്ലണോന്നല്ലേ പറയണത്? നിങ്ങളുടെ ഇസ്ലാം എന്താന്ന് ചോദിക്കുന്നവനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ വരെ നമ്മുടെ മക്കൾ യോഗ്യരല്ലല്ലോ. എന്താ ചോദിക്കേണ്ടത്? എടാ, നിന്റെ അച്ഛൻ, നിന്റെ അപ്പൻ, നിന്റെ ചേട്ടൻ, നിന്റെ ചേച്ചി ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളിൽ ചെന്ന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നില്ലേ? അവിടെ നിന്നല്ലേ നിങ്ങൾ ഈ പണമൊക്കെ കൂടെ കൊണ്ടുവരുന്നത്? അറബികളുടെ പണമല്ലേ കൊണ്ടുവരുന്നത്? ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ വിദേശത്ത് പോയി പണിയെടുക്കുന്നവർ മുസ്ലിം രാജ്യങ്ങളിലാണ് പണിയെടുക്കുന്നത്. എടാ, നിന്റെ ചേട്ടനോ ചേച്ചിയോ അപ്പനോ അമ്മയോ ഈ മുസ്ലിം രാജ്യത്ത് ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി എമിഗ്രേഷൻ കഴിയുമ്പോൾ നീ മുസ്ലിം അല്ല, നീങ്ങിക്കെന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ച ഒരു സംഭവം ആകാശത്തിന്റെ താഴെ ഉണ്ടോ? ഇത് ചോദിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല, നമ്മുടെ മക്കൾ ചോദിക്കില്ല.
മുശ്രിക്കിനെ കാണുന്നിടത്ത് കൊല്ലണമെന്ന നിയമമെങ്കിൽ അത് ഖുർആനിന്റെ വിധിയാണെങ്കിൽ ഒരൊറ്റ മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിമിന് കടക്കാൻ പറ്റുമോ? ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത് ഈ സമുദായത്തിനല്ലേ? അല്ലേ? മുസ്ലിങ്ങൾ തന്നെയല്ലേ? ഏറ്റവും കൂടുതൽ സമ്പത്ത് ഈ സമുദായത്തിൻ്റെ കയ്യിലല്ലേ? ഇത് ചോദിക്കാൻ അറിയില്ല ബഹുമാനികളെ. അതിങ്ങനെ കേട്ടു, അതങ്ങനെ വിശ്വസിച്ചു, എന്നിട്ട് ഇസ്ലാമിനെ മോശമാക്കിക്കൊണ്ടിങ്ങനെ എല്ലാം ഇതൊന്നും പഠിക്കാനും മനസ്സിലാക്കാനും ഒന്നും തയ്യാറല്ലാത്ത അവസ്ഥ. സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അപകടങ്ങൾ ഇന്ന് എടുത്ത് ചുമ്മാ പത്രം എടുത്ത് നോക്കിക്കേ. ഇന്നത്തെ പത്രത്തിൽ ഒരു ചെറുപ്പക്കാരി പെണ്ണ് തൂങ്ങി മരിച്ചു, 2 കുഞ്ഞുങ്ങള്. മിനിഞ്ഞാന്തത്തെ പത്രത്തില് മറ്റൊരു ചെറുപ്പക്കാരി പെണ്ണ് തൂങ്ങി മരിച്ചു, 3 കുഞ്ഞുങ്ങള്. മൂത്ത കുഞ്ഞിന് 5 or 6 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അങ്ങനെയുള്ള ചിറക് മുളയ്ക്കാത്ത കുഞ്ഞു മക്കള്. തൊട്ടപ്പുറത്തെ ദിവസങ്ങൾ ഒക്കെ പത്രത്തിൽ വരിക. ഡെയിലി പത്രം എടുത്ത് നോക്കി എത്ര എണ്ണം വരാത്തതുണ്ട്. തൊട്ടപ്പുറത്തെ ദിവസം സംഭവിച്ചത് ഭർത്താവ് ഭാര്യനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. അതിന് ഇപ്പുറത്തെ ദിവസം കണ്ടത് എന്താ? ഭാര്യനെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് ഭർത്താവ് തീ കൊളുത്തി ഭാര്യനെ കൊന്നു. അതിന്റെ തലേദിവസം ഇപ്പുറത്തുണ്ട് എന്താ? ഭാര്യനെയും മക്കളെയും എല്ലാത്തിനെയും മുറിയിൽ അടച്ചിട്ട് ജനലിന്റെ മുകളിലൂടെ പെട്രോൾ ഒഴിച്ചിട്ട് തീപ്പെട്ടിക്കൊള്ളിയറിച്ചകത്തേക്ക് ഇട്ട് അതിനകത്തിട്ട് കത്തിച്ചു കളഞ്ഞു. തൊട്ടപ്പുറത്തെ ദിവസം കണ്ടു മോട്ടോർ സൈക്കിളിലൊക്കെ പോകുന്ന ആങ്ങള പെങ്ങളയുടെ റോഡിന്റെ സൈഡിൽ ഇട്ടുകൊണ്ടിട്ട് വെട്ടി റോട്ടിലിട്ട് വന്നു. ഇവിടെ ഒന്നും പ്രതികള്, കൊല്ലപ്പെട്ടതായ ആളുകളെ കൊന്നവരൊന്നും ഈ രാജ്യത്തെ ക്രിസ്തു മതവിശ്വാസത്തിൽപ്പെട്ടവരല്ല, ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ടവരല്ല, സിഖ് മതവിശ്വാസത്തിൽപ്പെട്ടവരല്ല. ഉത്തമ സംസ്കാരത്തിന്റെ വക്താക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന മുസ്ലിം സമുദായമാണ്. എന്തെങ്കിലും സംഭവിച്ചത്? നിങ്ങളുടെ ഇവിടെ എങ്ങാണ്ടാണല്ലോ പോലീസുകാരൻ്റെ കാരണത്താൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയിട്ടുണ്ട്. കെട്ടിയോളും മക്കളും എല്ലാം കൂടെ തൂങ്ങിച്ചത്ത്. എന്തൊരു സുഖം നോക്കിക്കുക. കുഞ്ഞിനെ ഇങ്ങനെ കഴുത്തേൽ ഷാള് മുറുക്കിയിട്ട് അതിനെ അങ്ങോട്ട് വലിച്ചു വിട്ട് കൊല്ലുന്നു. അതിൻ്റെ ഇളയ കുഞ്ഞിനെ എടുത്തിട്ട് ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് ആ ബക്കറ്റിനകത്തേക്ക് തലയും കുത്തി വെച്ചുകൊണ്ട് മുക്കി അതിനെയും കൊല്ലണു. എല്ലാം കഴിഞ്ഞിട്ട് 36 നേരെ പോയി കയറൊക്കെ എടുത്തിട്ട് ഫാനിലേക്ക് തൂങ്ങി നല്ല ഉഷാറായിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉള്ളിക്കാരത്തിയും പോണു. ഇതൊന്നും ഇതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കാൻ തലമുറ തയ്യാറാകത്തുണ്ടാണ്. ഒരു കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ ആ കുടുംബജീവിതത്തിലേക്ക് കിടക്കുന്നത്. ഇസ്ലാമിൻ്റെ കുറവല്ലേ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു മനുഷ്യൻ്റെ വിധി എന്തെന്നാ ഇത് മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ ഇപ്പം ഇതൊക്കെ സംഭവിക്കുന്നത്? ആത്മഹത്യ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ സ്വയമായിട്ട് കൊല്ലും, ആത്മഹത്യ ചെയ്യാൻ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശിക്ഷ ആ മനുഷ്യനെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുമെന്ന് മുത്തഫഖുൻ അലൈഹി ഹദീസിൽ പറയുമ്പോൾ സഹീഹ് ബുഖാരി രേഖപ്പെടുത്തുന്നു ഖാലിദൻ മുഖല്ലിദൻ അബദ. എന്താ ഇപ്പൊ ഈ വാക്കിന്റെ അർത്ഥം? ഇത് വല്ലൂർ വാക്യത്തിന് സനതെടുത്ത ഉസ്താദാണ് നിങ്ങളുടെ ഖത്തീബും ഖാദിയുമാകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്. ശരിക്കും തങ്ങന്മാരും ഒക്കെ വിവരമുള്ളവരാ. ഖാലിദൻ മുഖല്ലിദൻ അബദ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരിക്ക് നേരെ അർത്ഥം കാലാകാലം ആത്മഹത്യ ചെയ്യുന്നവർ നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധമുന്നണിയിലേക്ക് പോയി പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹാബിയെ പറ്റിയാ പറഞ്ഞത്, ഹുവ ഫിന്നാർ. ഇതൊന്നും മനസ്സിലാക്കാൻ സമുദായത്തിന് നേരമില്ല. കയറിട്ടങ്ങോട്ട് തൂങ്ങി കെട്ടിയോനെ കൊണ്ടോട്ട ജയിലിലേക്ക് നമ്മ രക്ഷപ്പെട്ടു എന്നാണ്. ഒരു കാലത്തും രക്ഷപ്പെടുന്നില്ല. മിനിഞ്ഞാന്ന് മരിച്ച പെണ്ണിന്റെ ഫോട്ടോ കണ്ടത് പർദായും മക്കിനൊക്കെ ഇട്ടാ. ഇന്നലെ മരിച്ചതിൻ്റെയും കാണുന്ന തലയിലൊക്കെ തട്ടനിട്ടോണ്ടാ. അതിൻ്റെ തലേ ദിവസം ഒരാഴ്ച മുമ്പ് തൊട്ടടുത്തുള്ള നാട്ടിലുണ്ട് ഒരു 55 വയസ്സ് പ്രായമായൊരു തള്ള, മുഖം വരെ മറിച്ചോണ്ട് കിടക്കുന്ന സ്ത്രീയാണ്. ഫാനെ കെട്ടി തൂങ്ങി മരിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് മുകളിലേക്ക് കയറണമെന്ന് ആർക്കറിയാം. ഇതിങ്ങനെ മരിക്കണോട് കൂടി രക്ഷപ്പെട്ടു പോവാന്ന ധാരണ. യുദ്ധമുന്നണിയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഇതൊക്കെ ഇതല്ല എന്തെല്ലാം തെറ്റിദ്ധാരണകളായിന്ന് പരത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനികൾ നിങ്ങളൊക്കെ കാണുന്നില്ലേ? നഗ്നമായിട്ട് പച്ചയായ നുണ പറഞ്ഞുകൊണ്ട് ആരോപണം പറഞ്ഞുകൊണ്ടല്ലേ ഈ സമുദായത്തിനെ കൈകാര്യം ചെയ്യണത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സൂക്കേടല്ല, ഇത് പണ്ട് മുതലൊക്കെ ഉള്ള സൂക്കേടാ. യുദ്ധമുന്നണിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആരെ ആക്രമിക്കാൻ പോകുന്നല്ല. നിങ്ങൾ എവിടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചോ, ഇസ്ലാമിന്റെ വക്താക്കൾ എവിടെയെങ്കിലും ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ
അത് പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയല്ലേ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയി ജീവിക്കാൻ അനുവദിക്കുന്നില്ല. മക്കയിൽ നിന്ന് വരുന്നു 1300 ചില്ലോര എണ്ണങ്ങള് അല്ലേ, സർവസന്നാഹത്തോടെ മാസങ്ങളോളം തിന്നാനുള്ള ഇറച്ചി അവരുടെ കൂടെ ഉണ്ട്, അതായത് ഒട്ടകം, കുടിക്കാനുള്ള കള്ളുണ്ട്, സുഖിക്കാനുള്ള പെണ്ണുങ്ങളുണ്ട്, ആവശ്യത്തേക്കാൾ കൂടുതൽ ആയുധങ്ങളുണ്ട്. ഇതെല്ലാമായി മക്കയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി സഹാബാക്കളെ വിളിച്ചു വരുത്തി, സഹാബത്തെ സംഘം വരുന്നുണ്ട് കേട്ടോ, മദീനത്തേക്ക് വന്നാൽ നമ്മുടെ കൂരകളെല്ലാം തകർക്കപ്പെടും, നമ്മുടെ പെൺമക്കളെല്ലാം ബലാത്സംഗം ചെയ്യപ്പെടും, നമ്മുടെ സഹോദരിമാരെല്ലാം കശാപ്പ് ചെയ്യപ്പെടും, നമ്മളിൽ ആരോഗ്യമുള്ളവരെല്ലാം തടവിലാക്കപ്പെടും. ഒരു കാരണവശാലും മദീനത്തേക്ക് അവരെ കടത്തരുത്. ഇതാ യുദ്ധം എന്ന് പറയണേ. അവിടെ നിന്ന് നടന്നു അവര് വരുന്ന വഴിയിലേക്ക് ചെരുപ്പില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, ആവശ്യത്തിന് ആയുധമില്ല, സഞ്ചരിക്കാൻ വാഹനമില്ല, പകലന്തിയോളം പരിശുദ്ധ റമദാനിന്റെ പേരിൽ പട്ടിണി, അസ്തമിച്ചാൽ നേരം വെളുക്കുന്നത് വരെ കഴിക്കാനില്ലാത്തതിന്റെ പേരിൽ പട്ടിണി, രാവും പകലും പട്ടിണിയായിട്ട് നടന്ന് ബദറിലെത്തുമ്പോൾ ശത്രുക്കളുമായിട്ട് മുട്ടി. അതാണ് അവിടെ വച്ച പ്രതിരോധം. ആക്രമിക്കാൻ പോയതല്ല, പ്രതിരോധിക്കാൻ പോയതാണ്. ഇതാണ് ഇസ്ലാമിന്റെ എല്ലാ യുദ്ധങ്ങളും. ഇങ്ങനെ പ്രതിരോധിക്കാൻ പോകുന്ന പ്രതിരോധ നിരയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ പേര് ഖുസ്മാൻ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അയാൾ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? സാധാരണ സഹാബ, നിങ്ങളിത് മനസ്സിലാക്കണം, നബിത്തങ്ങളെ കണ്ട ഒരാളാണ് ഈ ഖുസ്മാൻ, സഹാബാക്കളുടെ കൂടെ ജീവിച്ച ഒരാളാണ് ഈ ഖുസ്മാൻ. ഇരുതല മൂർച്ചയുള്ള വാളുമായിട്ട് മനുഷ്യൻ പോർക്കളത്തിലേക്ക് നീങ്ങുമ്പോൾ എല്ലാവർക്കും വലിയ അഭിമാനമാണ്. ഖുസ്മാൻ യുദ്ധവീരനാണ്, യുദ്ധതന്ത്രജ്ഞനാണ്, തന്റേടിയാൻ, ശൂരനാണ്, ധീരനാണ്. മുൻനിരയിൽ നിന്ന് പോരടിച്ചുകൊണ്ട് നിൽക്കുമ്പോ പൊന്നാർ നബി തങ്ങൾ ഇവിടെ സഹാബാക്കളിൽ ചപ്പെട്ട ചിലർ വന്നിട്ട് പറഞ്ഞു, നബിയെ ഖുസ്മാൻ ധീരമായി പോരടിക്കുകയാണ്. ഹുവ ഫിന്നാർ നബിയിനാ റസൂലുള്ളാഹി. ഖുസ്മാൻ നരകാവകാശിയാണ്. നിങ്ങൾ കേൾക്കണുണ്ടോ? തൂങ്ങിച്ചാവാൻ തീരുമാനിച്ചിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇത് കേട്ടോ. ഇവിടെയൊക്കെ ധാരണ ഇന്നത്തോടുകൂടി, ആ തൂങ്ങലോടുകൂടി അവനെ അങ്ങനെ അകത്താകട്ടെ, അതാ ഇപ്പൊ വാശി, അവനകത്താകട്ടെ, അമ്മായിയമ്മ അനുഭവിക്കട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ, പത്രത്തിൽ വാർത്ത വരട്ടെ, ഞാനങ്ങ് പോവാണ് സ്വർഗത്തിലേക്ക്. ധാരണ മാറ്റിക്കോ. നിങ്ങൾക്കൊന്നും അധികാരമില്ല. ഈ ശരീരത്തിന്റെ ഉടമ നമ്മളല്ല, ശരീരത്തിന്റെ ഉടമ പടച്ചതമ്പുരാനാണ്. ഈ നഖം മുറിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നഖത്തിന്റെ വെളുത്ത ഭാഗം മാത്രമേ മുറിക്കാൻ നമുക്ക് അവകാശമുള്ളൂ, ചുവന്ന ഭാഗം തൊടാൻ അവകാശമില്ല. കാരണം ഇതിന് ഉടമസ്ഥാവകാശം നമുക്കില്ല. ഇതിന് ഉടമസ്ഥൻ രാജാതിരാജനായ റബ്ബാണ്. അങ്ങനെയുള്ള ശരീരത്തിനെ അപകടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ അതീതായ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബാക്കൾ നിരീക്ഷിച്ചു, എന്താണ് മനുഷ്യൻ ചെയ്യുന്നത്? റബ്ബ് ഭാര്യയെ, മക്കളെ, കുടുംബത്തിനെ എല്ലാം ഒഴിവാക്കി സ്വന്തം ശരീരത്തിന് ദീനിനു വേണ്ടി സമർപ്പിച്ച മനുഷ്യനല്ലേ ഇപ്പൊ ഇത്? ഇയാളാണ് നരകത്തിൽ പോകുന്നു എന്ന്. ഘോരമായിട്ട് ശത്രുക്കളെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോ ശത്രുഭാഗത്തുനിന്നൊരു അമ്പ് ചീറി തന്റെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക്, നെഞ്ചിലേക്ക് തുളച്ചു കയറി, ആഞ്ഞങ്ങോട് വലിച്ചു. അമ്പ പുറത്തേക്ക് ഉലിയാറിച്ച അവസ്ഥ എന്താ? രക്തം അങ്ങ് ചീറ്റാൻ തുടങ്ങി. അതും ചങ്കിന്റെ ഭാഗത്താ കയറിയിരിക്കുന്നത്. വേദന സഹിക്കാൻ പറ്റുന്നില്ല. പിന്തിരിഞ്ഞോടാൻ ഖുസ്മാന് മനസ്സ് വരുന്നില്ല. താങ്ങാൻ പറ്റാത്ത വേദനയോടൊപ്പം രക്തം പമ്പ് ചെയ്യുകയാണ്. ഖുസ്മാൻ കണ്ട പണി എന്താണെന്നറിഞ്ഞോ? രക്ഷയില്ലല്ലോ, സഹിക്കാൻ നിവൃത്തിയില്ലല്ലോ. ശത്രുവിന്റെ നേർക്ക് ഉപയോഗിക്കാൻ മൂർച്ച കൂട്ടിക്കൊണ്ടുവന്ന വാളിന്റെ പിടി മണ്ണിലേക്ക് അങ്ങോട്ട് കുത്തി. ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന വാളിന്റെ ആ മൊനഭാഗത്തേക്ക് ഈ ചോര ചീറ്റുന്ന മുറിപ്പാടങ്ങ് ലക്ഷ്യം വെച്ച് ആ വാളിലേക്ക് അങ്ങോട്ട് കമിഴ്ന്ന് കിടന്നു. വാള് മറുഭാഗത്തെത്തുന്നതിന് മുമ്പ് കതുമാത്ത ആത്മഹത്യ ചെയ്തൂന്ന്. കാലാകാലം നരകത്തിൽ നിന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയെ കണ്ട് യുദ്ധമുന്നണിയിലേക്ക് പോയ മനുഷ്യന്റെ അവസ്ഥ ഇതാണെങ്കിൽ, സഹോദരിമാരെ, സഹോദരന്മാരെ, കാലാകാലം നരകത്തിനെ ചോദിച്ചു വാങ്ങിക്കുന്ന ഇടപാടാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. ശരീരത്തിൽ ഒരു ഈച്ച വന്നിരുന്നാൽ ആട്ടണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നുവെങ്കിൽ ജനാസയ്ക്ക് എല്ലാ നിലയ്ക്കും വിഷമങ്ങളുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ജീവിക്കുമ്പോൾ ഒരു ഈച്ച ശരീരത്തിൽ വന്നിരുന്നാൽ അനുവദിക്കുമോ?
അതാണ് ഈർക്കിളിയും കൊണ്ടിട്ടിരിക്കുന്നത് ജനാസയുടെ അടുത്ത്. ഈച്ച വന്നിരുന്നാൽ ആട്ടാൻ. ഇന്നിപ്പോൾ ഫാനൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഈച്ച വന്നുമില്ല, ഇരിക്കണമില്ല. അങ്ങനെയുള്ള ജനാസയെ മോർച്ചയിലേക്ക് കയറ്റിയിട്ടിട്ട് ഉരുക്കിൻ്റെ ചുറ്റിയ കൊണ്ട് ഇരുമ്പിൻ്റെ ഉളിയം കൊണ്ട് വെച്ച് തലയോട്ടേക്ക് അങ്ങോട്ട് അടിച്ചു പൊളിക്കുക. അതിൻ്റെ പേരാണ് പോസ്റ്റ്മോർട്ടം. ഖബറിൽ സുഖാന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഖബറിലെ അവസ്ഥ അള്ളാഹുവിൻ്റെ തഖ്ദീർ അനുസരിച്ചാണ്. അള്ളാഹു നമ്മുടെ ഒന്നും ഖബറുകൾ നരകക്കുഴിയാക്കാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ, ഇന്ന് സംഭവിച്ചോ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അടിസ്ഥാന കാരണം അതൊന്ന് പറ. സമുദായം വേണ്ടതുപോലെ ഉണരുന്നില്ല എന്നതിൻ്റെ അർത്ഥം. കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നബിത്തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ പറയാണ് വിവാഹത്തിന് NOC കൊടുക്കും. ഇത് ബൈബിളിനകത്തുള്ള കാര്യമല്ല ഇപ്പൊ പറയണേ. പക്ഷെ നേർക്ക് നേരെ നബിത്തങ്ങൾ പറയുന്നത് മതത്തെ സംബന്ധിച്ചുള്ള ബോധം ദാമ്പത്യത്തിന് മുമ്പ് നിങ്ങൾ നേടിയെടുക്കണം. എവിടെയാ, ഏത് രാജ്യത്താ, ഏത് NOC കൊടുക്കുന്ന മഹല്ല് ഭാരവാഹികളാ ഈ ചെറുപ്പക്കാരൻ വിവാഹിതനാകാൻ യോഗ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്? മഹല്ലിൽ മിനാരം വെക്കാനും മാർബിൾ മേടിക്കാനും ഒക്കെ ഉള്ള പൈസ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാന്നുള്ളതല്ലാതെ. ഇപ്പം സ്ത്രീധനത്തിനും കമ്മീഷൻ മേടിക്കണ നാടുണ്ടെന്ന് പറയുന്നുണ്ട്. അള്ളാഹ്ക്കറിയാം എന്തൊക്കെ കേൾക്കണം. സ്ത്രീധനം മേടിക്കണതിന് കമ്മീഷൻ, ഇത്ര വിഹിതം പള്ളിയിൽ ആ കാശും കൊണ്ടാണ് എന്നിട്ട് ദീൻ നടത്തണം. എന്നിട്ട് പറയണം മദ്രസയിൽ പിള്ളേരൊന്നും ശരിയാവുള്ളതാണ്. ഇത് കുഴിച്ചുണ്ടാവുള്ളൂ. ഞാൻ ഓതി വെച്ച ആയത്ത് അവിടെ ഇരിക്കുന്നു. 10 മണിയായാൽ പോലീസ് വരും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇന്നിങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഈ ആലപ്പുഴ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ റഹ്മാനായ തമ്പുരാനെ ഒരു വല്ലാത്ത ഓത്ത് കേൾക്കാം. അപ്പോൾ മോനെ വണ്ടി ഓടിച്ചു, ദേ നിസ്കരിക്കണ ശബ്ദം കേൾക്കണം. അപ്പം ഇതെന്തിനാ ഈ റോട്ട് പോണ ആൾക്കാരൊക്കെ? എന്നിട്ട് ശബ്ദമലിനീകരണം, മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇത് ആരെങ്കിലും ഓർഡർ കൊണ്ടുവന്ന ഇത് ആരാന്ന് ഇതിൻ്റെ കുറ്റക്കാരൻ? നിങ്ങൾ നോക്കിയോ, വലിയ താമസമില്ലാതൊക്കെ അജ്മീറൊക്കെ അതിൻ്റെ അവകാശികൾക്ക് പോവും. അജ്മീറിൽ എന്താ നടക്കണേ? അവിടെ ചെല്ലണവർ പറയാണ്, ഇത് ഞങ്ങളിവിടെ വരാറുള്ളവരാ, ഞങ്ങളുടെ ദേവൻ ആ ദേവനാണ്, ഞങ്ങളുടെ കൃഷ്ണൻ ഈ കൃഷ്ണനാണ്, ഞങ്ങളുടെ ഭഗവാൻ ആ ഭഗവാനാണ്, ഞങ്ങളിവിടെ ഈ മഹാൻ്റെ അടുത്ത് വരാറുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ തിരി കത്തിക്കലാണ്, ഇവിടെ പിന്നെ പൂജ നടക്കലാണ്, ഇവിടെ തൊട്ടുമുത്തലാണ്, ഇവിടെ കിടന്ന് ഉരുളലാണ്, ഇവിടെ മുല്ലപ്പൂ സമ്പാദിക്കലാണ്, ഇവിടെ പൂവാരി, ഇതൊക്കെ ഞങ്ങളുടെ ആരാധനപ്പെട്ടതാ. അല്ലാണ്ട് എവിടെയെങ്കിലും ദക്കറ് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോടതി ഒരു മുസ്ലിമിനെ ഇത് ഈ പറയണവരൊക്കെ ഞങ്ങൾ വലിയ ഗമേലാന്നാണ് പറയണേ. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ ശൈലി. നമ്മളിപ്പോൾ ഇതൊന്നും പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾ കൊണ്ടോക്കോടാവേ. 100 നൂറ്റാണ്ട് കാലം ഇവിടെ മുസ്ലിങ്ങൾ ഈ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ട് ഇവിടെ ഒരു മതവിശ്വാസികളെ ഉപദ്രവിച്ച ചരിത്രമില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. 100 നൂറ്റാണ്ട് കാലം. ഇത് 10 കൊല്ലം കഴിഞ്ഞില്ല. അതിനു മുമ്പ് എത്ര പള്ളികളിലാണ് ഇപ്പോൾ ദൈവങ്ങൾ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രസവിക്കാൻ മുസ്ലിം പള്ളിയുള്ളൂ, ദക്കറ് കൊണ്ടുവന്ന് വയ്ക്കാൻ മുസ്ലിം പള്ളിയുള്ളൂ, എക്കത്തിന് മുസ്ലിം പള്ളികളുള്ളൂ. ഇനി എന്തെല്ലാം ഇനി കേൾക്കാനിരിക്കുന്നു, എന്തെല്ലാം കാണാനിരിക്കുന്നു. ഞങ്ങൾക്കൊരു പള്ളിയും വേണ്ട നിൽക്കിരിക്കുക, ഞങ്ങൾക്ക് കൂടെയൊക്കെ നിൽക്കിരിക്കുക. അപ്പം പറഞ്ഞു എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഇര കൊത്തിയിട്ട് കൊടുക്കുക, എന്നിട്ടേ വന്ന് കൊത്തണേ. പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഈ അച്ഛൻ ഇതുപോലൊരു എൻ്റെ നേരെ ഞങ്ങളിരുന്ന് സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞാൽ പോയത് നമ്മുടെ ഈ സമുദായത്തെ സംബന്ധിച്ചോ റസൂലുള്ളാഹിയുടെ അതിന് വല്ല പരിഗണന നമ്മൾ കൊടുക്കണ്ടോ? വമാ കാലല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം. നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ ഇത്? നബിയെ നിങ്ങൾ ഒഴിവാക്കിയോ? നിങ്ങൾക്ക് രക്ഷയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നബി തങ്ങൾ കുടുംബത്തിൽ വരാത്തതാണ് പ്രശ്നം. വിവാഹം കഴിക്കുക ഈ പള്ളിയിൽ ഇതിലെ പോണ തോന്നണവർക്കൊക്കെ കയറി നിൽക്കിരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. 5 നിബന്ധന ഉള്ളവനക്കല്ലേ ഈ പള്ളി കയറാൻ പറ്റുള്ളൂ. അശുദ്ധികൾ പാടില്ല, അഴുക്ക് പാടില്ല, മറക്കേണ്ട ഭാഗങ്ങൾ മറക്കണം, സമയമാകണം, കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം. ഈ 5 നിബന്ധന എടുത്താലേ പള്ളി കയറി നിൽക്കിരിക്കാൻ പാടുള്ളൂ. ഇതുപോലെ ചുമ്മാ എതിലേക്ക് നടക്കണ പെണ്ണിനെ പിടിച്ചല്ലെങ്കിൽ ചെറുക്കനെ പിടിച്ചുകൊണ്ടിരല്ല നിക്കാഹ് എന്ന് പറയുന്നത്. നബി തങ്ങൾ പറയുന്നു 4 കാര്യങ്ങൾ നിങ്ങൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ എന്താ? കാശുള്ള നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. പെണ്ണിനെ മാത്രം പൈസ നോക്കിയാൽ പോരാ, പെണ്ണ് ആണിൻ്റെ നോക്കണം. ആണിന് കാശുണ്ടോ? പണമുള്ളതിനെ തിരഞ്ഞെടുക്കാം, ഒരു കുഴപ്പമില്ല.
ഒരു ജമാലിഹ അഴകുള്ളതിനെ തെരഞ്ഞെടുക്കാം, ഒരു കുഴപ്പമില്ല. ഒരു അശബിഹ തറവാടുത്തം നോക്കാം, ഒരു കുഴപ്പമില്ല. എൻ്റെ വിഷയം ഇതല്ല. വലി ദീനിഹ നാലാമത് പറഞ്ഞു മതബോധത്തിനെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. ആദ്യം പറഞ്ഞ 3 എണ്ണം ഉണ്ടല്ലോ, ആ 3 എണ്ണം നിലനിൽക്കുന്നതല്ല. പൈസ പോകും, സൗന്ദര്യം പോകും, തറവാടുത്തം പോകും. നിങ്ങളുടെ ബന്ധം വലയാതെ മുന്നോട്ട് പോകണം. അതിന് മതബോധത്തിന് നിങ്ങൾ പരിഗണന കൊടുക്കണമെന്ന് നബീന റസൂലുള്ളാഹി. മതബോധത്തിന് പരിഗണന കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി തരുന്നതെന്നറിയോ? ഈ കെട്ടുകണക്കിന് പണവും സ്വർണവും കൊടുത്ത് പെണ്ണിനെ വിൽക്കുന്ന ഇടപാട് എവിടെ നിന്നുണ്ടായതാ? അത് ഈ ഭാരതത്തിന്റെ ജീർണിച്ച സംസ്കാരം. ഇസ്ലാമിൽ അതില്ല. മഹർ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ നീ എന്നോടൊപ്പം ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു ഇടുക്കവും വരാതെ, ഒരു ഞെരുക്കവും വരാതെ പരിപൂർണമായും സുരക്ഷിതത്തോടെ നിനക്ക് മുന്നോട്ട് നീങ്ങാൻ എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ഞാൻ നിനക്ക് ഇതാ തീറായിട്ട് തരികയാണ്. അത് തിരിച്ചു പോകാൻ അവകാശമില്ല. ഒരുമിച്ച് യോജിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നാലും മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല. ഖുർആൻ ചോദിക്കാത്ത നിങ്ങളെ തിരിച്ചു മേടിച്ച് പാപികളാവുകയാണോ? അത് തിരിച്ചു വാങ്ങൽ വരെയും പാപമാണ്. അതാ മഹർ. 101 രൂപ അല്ല അതിനകത്ത് കൊടുക്കണ്ടേ, 101 രൂപ. ഇപ്പം അടുത്ത കാലത്താണ് 101, മുമ്പ് 99 ആയിരുന്നു. അത് ഞാനൊക്കെ അന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഇന്ന് 99 കണക്കെന്ന് പറഞ്ഞാൽ 1 കൊല്ലം എത്തുമ്പോൾ സക്കാത്ത് കൊടുക്കണമല്ലോ, അത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി 1 രൂപ കുറച്ച് 99. എന്നാലും ഒരു നിലയ്ക്കും പെണ്ണ് രക്ഷപ്പെടരുത്. ഇതല്ല മഹർ. മഹർ എന്ന് പറയുന്ന അവളുടെ മൂല്യം. ഭാര്യയായി വരുന്ന നിന്റെ ഇണ വീട്ടിൽ ഊഞ്ഞാലിൽ ആടുന്നവളാണെങ്കിൽ ഊഞ്ഞാലാടാൻ സൗകര്യം നീ ഉണ്ടാക്കി കൊടുത്തിട്ടേ പെണ്ണിട്ടാവുള്ളൂ. ഇതാ ഇസ്ലാം എന്ന് പറയണേ. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. എന്തോരം ഇടങ്ങേറാണ് ഇവിടെ. ഭർത്താവ് അങ്ങ് മരിച്ചാൽ അവനെ തീയിലേക്ക് വെച്ച് അങ്ങോട്ട് കത്തിക്കുമ്പോൾ ആ തീയിലേക്ക് ചാടി മരിക്കണമെന്ന് പഠിപ്പിക്കുന്ന സംസ്കാരമുള്ള നാട്. എവിടെയെങ്കിലും കിടന്നോട്ടെ, ഞാൻ ആരെയും എടുത്തു പറയുമൊന്നുമില്ല. മാറുമടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത നാട് ഉണ്ടായതാണോ ഇതൊക്കെ? ഋതുമതിയായാൽ സ്വന്തം കുടുംബത്തിൽ കിടക്കാൻ അനുവാദമില്ലാത്ത നാട്. എത്രയോ നിഷ്കളങ്കരാകുന്ന പെൺകുട്ടികളെ വനാന്തരങ്ങളിൽ വന്യമൃഗങ്ങൾ കടിച്ചു കീറി സഹോദര ഈ ഇന്ത്യ രാജ്യത്ത്. എത്രയോ കാമവെറി പൂണ്ട കശ്മലന്മാര് പിച്ചു ചീന്തി എത്രയോ പെൺകുട്ടികളെ. ഇന്ന് നിലനിൽക്കുകയല്ലേ ഈ ദുരാചാരങ്ങളൊക്കെ? ഇതൊക്കെ മാറ്റിയ സംസ്കാരം ഏതാ? പെൺകുട്ടിക്ക് പിതാവിന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാക്കി കൊടുത്ത സംസ്കാരം ഏതാ? എൻ്റെ വിഷയം ഇതൊന്നും അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറി. ഈ തൂങ്ങിച്ചാവലൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും തൂങ്ങിച്ചാവുകയാണ്. ഒരു 25 കൊല്ലം മുമ്പ് അങ്കമാലിയിൽ ഒരു സൗഹാർദ്ദ സമ്മേളനം, അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വർക്കലയിലെ സ്വാമിയാണ് അവിടെ ഹിന്ദുക്കളെ പ്രതിനിധീകരിച്ചു വന്നത്. ഒരു ഫാദർ വേറെ ഉണ്ടായി, മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് ഞാനാ കയറിയിരിക്കണേ. ആ സ്വാമി അന്നവിടെ പ്രസംഗിക്കുമ്പോൾ തലേ ദിവസം തൃശ്ശൂര് സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഒരു കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഒരു ഹിന്ദു കുടുംബം. 25 കൊല്ലം മുമ്പാ. അന്ന് സ്വാമി അവിടെ പ്രസംഗിച്ചപ്പോൾ പറയാം, ഞാനത് എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. സ്വാമി പറയാണ്, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് കുറച്ച് കാണിക്കുന്ന മതസമൂഹം മുസ്ലിം സമൂഹമാണ്. അവരുടെ ഇടയിൽ ആത്മഹത്യ നിരക്ക് വളരെ കുറവാണ്. അന്ന് സ്വാമി അത് പറഞ്ഞെങ്കിൽ ഇന്ന് സ്വാമിക്ക് തിരുത്തേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉള്ളത് മുസ്ലിം സമുദായത്തിലായി മാറി. ഞാൻ ഈ അടുത്ത ദിവസത്തെ വാർത്തകളാണ് എടുത്ത് ചോദിക്കുന്നത്. എത്ര പെൺപിള്ളേർ ആത്മഹത്യ ചെയ്തെന്നറിയോ? ഇന്നലെ മിനിഞ്ഞാന്ന് 4 നാളും എത്ര ദിവസം ആലുവായിൽ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണ്, അതിൻ്റെ പേരിൽ പോലീസുകാരൻ്റെ ജോലി പോയായിരുന്നു, പിന്നെ തിരിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു. ആ പെണ്ണ് പിന്നെ ജീവൻ ഓടിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം വേറൊരു പെണ്ണ് പർദ്ദയെ മെക്കനെയൊക്കെ ഇട്ടുകൊണ്ട് രാത്രി 3:30 മണിക്ക് പിന്നെ മെട്രോ ട്രെയിനിൻ്റെ തൂണിലേക്ക് ഇടിച്ച് കാറ് അപകടത്തിൽ സാധനം മരിച്ചുപോയി. ഇപ്പോൾ നേരം വെളുത്ത ആൾക്കാർ നോക്കുമ്പോൾ ഇന്നിട്ട് പർദ്ദയെ മെക്കനെയിട്ട് വേണ്ടി രാത്രി അപ്പോൾ കൂടെ പോയേക്കണ ചെറുക്കനാ, കൂടെ പോയേക്കണ ജോസോ, മറ്റേ ചെറുക്കനാന്ന് കുമാരനോ. അപ്പോൾ ഇവന്മാരെയൊക്കെ കൂട്ടത്തിൽ ഇവിളി പർദ്ദയെ മെക്കനെ ഇട്ടിട്ട് കൂടുപോയി. പർദ്ദയെ മെക്കനെ ഉപയോഗിക്കണ ഉപയോഗം കണ്ട എന്തോരാ ഇതൊക്കെ സംഭവിക്കുന്ന സഹോദരന്മാരെ.